ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് അത്താഴത്തിന് ഒരു മീൻ കറി സെറ്റാക്കണം. അപ്പോൾ മീനൊക്കെ കഴുകി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു കേട്ടോ, ഫ്രീസറിൽ. അപ്പോൾ അതൊക്കെ കല്ല് പോലെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇട്ടു, കുറച്ചൊന്ന് തണുപ്പൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ ആ നേരം കൊണ്ടേ ഞാനൊരു മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നാൽ അതൊന്ന് വേഗം ഒന്നൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മീനിൻ്റെ തണുപ്പൊക്കെ മാറിക്കിട്ടുമല്ലോ. അപ്പോൾ ഞാനത് വേഗം ഒന്നൊരു ടോപ്പാക്കി സെറ്റാക്കി കേട്ടോ. അപ്പം ഇത് വി കോളർ വന്നിട്ട് ഫ്രണ്ടിൽ ഒരു പ്ലീറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു എ ലൈൻ കുർത്തിയാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ആവശ്യമുള്ളവരൊന്ന് പോയി കണ്ടേക്കണേ. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഉണ്ടല്ലോ മീനിൻ്റെ തണുപ്പൊക്കെ മാറിയൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ സമയം ഇത്തിരി വൈകിപ്പോയിട്ടോ. ഞാൻ പെട്ടെന്നൊരു കറിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി തേങ്ങ ഒന്ന് വേഗം ഒന്ന് ചിരണ്ടി എടുക്കുവാണേ. അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് ഞാൻ അരപ്പെല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ അരപ്പെല്ലാം കൂടി നമ്മൾ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും 2 പച്ചമുളകും പിന്നെ നമ്മൾ കുടംപുളിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കേട്ടോ. എന്നിട്ട് മീനെല്ലാം പെറുക്കി അതിലേക്ക് ഇട്ടിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് മീനങ്ങ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ആ നേരം കൊണ്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ മീനൊക്കെ കുറച്ച് തിളച്ചെന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് ഉള്ളി, ഇഞ്ചി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ മീനൊക്കെ വറ്റി റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ മീൻകറി സെറ്റായി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളേ.